നമസ്കാരം. അർണാൾഡ് ശ്വാസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 7, മിസ്റ്റർ ഒളിമ്പ്യ. 1969 മിസ്റ്റർ ഒളിമ്പ്യ കോമ്പറ്റീഷനിൽ സെർജിയോ ഒലിവിയോട് പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹവും ട്രെയിനിങ് പാർട്ട്ണറായിട്ട് ഫ്രാങ്കോ കൊളംബും രണ്ടാളും ഹെവി വർക്കൗട്ട് ആരംഭിച്ചു. അർണോൾഡിൻ്റെ ലക്ഷ്യം വേൾഡ് നമ്പർ 1 ആവുക. വേൾഡ് നമ്പർ 1 ബോഡി ബിൽഡർ ആവണമെങ്കിൽ മിസ്റ്റർ ഒളിമ്പ്യ ടൈറ്റിൽ നേടണം. അന്ന് 3 കണ്ടിന്യൂസ് ടൈറ്റിൽസ് നേടി നിൽക്കുകയാണ് സെർജിയോ ഒലിവിയ. 1970 സെർജിയോ ഒലിവിയെ തോൽപ്പിച്ചാൽ മാത്രമേ മിസ്റ്റർ ഒളിമ്പ്യ ആവാൻ കഴിയൂ. ദിവസം 5 മണിക്കൂർ നീളുന്ന വെയ്റ്റ് ട്രെയിനിങ്, കൂടെ പോസിങ്ങിനും ട്രെയിനിങ്, ഈ 2 കാര്യങ്ങൾ അവർ രണ്ടാളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്ന പോലെ ബാക്കി ഒരുപാട് സമയമുണ്ട്. സമയം വെറുതെ കളയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അദ്ദേഹം. ഇംഗ്ലീഷ് പഠനം മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഒരുവിധം ഫ്ലുവൻ്റ് ആയപ്പോൾ ജോ ഗോൾഡ് ഒരു ദിവസം അദ്ദേഹത്തിനോടൊരു സെമിനാർ എടുക്കാൻ ആവശ്യപ്പെട്ടു. ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ഒരു സെമിനാർ. ജോ ഗോൾഡിന് നല്ല പരസ്യമൊക്കെ കൊടുത്ത് ഒരു സെമിനാർ സംഘടിപ്പിച്ചു. അത് ഒരുപാട് അദ്ദേഹത്തിന് പബ്ലിസിറ്റി നേടി. ഓൾറെഡി നല്ല പബ്ലിസിറ്റി ബോഡി ബിൽഡേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആളാണ്. ഇത് സാധാരണ ജനങ്ങൾക്കിടയിലും ആ സെമിനാർ കഴിഞ്ഞപ്പോൾ പബ്ലിസിറ്റി കൂടി. അതിനുശേഷം ഇദ്ദേഹത്തിന് ധാരാളം ലെറ്റേഴ്സ് വരാൻ തുടങ്ങി. ഈ ലെറ്റേഴ്സ് അയക്കുന്നത് മുഴുവൻ അത്യാവശ്യം എക്സസൈസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. ശരീരം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവർ പല സംശയങ്ങളും ചോദിച്ചുകൊണ്ട് ലെറ്റർ അയക്കുകയാണ്. അതായത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, കയ്യോ ഷോൾഡറോ അബ്ഡോമിനോ ചെസ്റ്റോ, ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ താങ്കളുടെ ലെവലിലേക്ക് വരാം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പുതിയൊരു ഐഡിയ ഉണ്ടാക്കി. അദ്ദേഹം അവിടെ ഒരു മെയിൽ ഓർഡർ ബിസിനസ് ആരംഭിച്ചു. മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ വേറൊരു രീതി. ഇന്നത് ഓൺലൈനാണ്, അന്ന് ഓൺലൈൻ സംവിധാനങ്ങളില്ല. നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് ആ സാധനം വേണമെന്നുണ്ടെങ്കിൽ, ദൂരെയുള്ള സ്ഥലത്തുനിന്ന് ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനത്തിൻ്റെ വില മണി ഓർഡറായിട്ട് അയക്കുന്നു. കൂട്ടത്തിൽ ഇന്ന സാധനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ നിന്ന് അത് ചെറിയ സാധനങ്ങളാണെങ്കിൽ ബൈ പോസ്റ്റായിട്ടും അതല്ലെങ്കിൽ പോസ്റ്റൽ പാഴ്സലായിട്ടും നമ്മുടെ വീട്ടിലെത്തുന്നു. അതവിടെ പലരും ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ കണ്ടിട്ടുണ്ട്. ജോ വീഡർ ചെയ്യുന്നുണ്ട്. ജോ വീഡർ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ മാഗസിൻസും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലുള്ള എക്യുപ്മെൻസും എല്ലാം ഈ പറഞ്ഞ മെയിൽ ഓർഡർ സർവീസ് വഴി അയക്കുന്നുണ്ട്. അർണോൾഡും ഒരു മെയിൽ ഓർഡർ സർവീസ് ആരംഭിച്ചു. അവിടെ ചെയ്തിരുന്നത് ഈ പറഞ്ഞ പലതരം എക്സസൈസുകൾ, കൈക്കുള്ള എക്സസൈസ്, കാലിനുള്ള എക്സസൈസ്, ഷോൾഡറിനുള്ള എക്സസൈസ്, അങ്ങനെ ഓരോ എക്സസൈസുകൾ ഓരോ ചെറിയ ലീഫ്ലെറ്റ് ആക്കി. ഒരു ലീഫ്ലെറ്റ് $1. കൂടുതൽ എക്സസൈസുകൾ വരുന്ന ശരീരഭാഗങ്ങൾക്കുള്ള ലീഫ്ലെറ്റ് ആണെങ്കിൽ $2. അങ്ങനെ ഒരു 20 ലീഫ്ലെറ്റുകൾ ഇദ്ദേഹം ഉണ്ടാക്കി. അതിന് ജോ വീഡറുടെ മാഗസിനിലെ തന്നെ ഫോട്ടോഗ്രാഫർ നമ്മുടെ RT സെല്ലറും സഹായിച്ചു. കാരണം ഇതിനൊക്കെ ഫോട്ടോ ഒക്കെ വേണമല്ലോ. രണ്ടാളും കൂടി അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ജോ വീഡർ തന്നെ അതിന് മറ്റൊരു സഹായം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാഗസിനിൽ ഫ്രീ ആയിട്ടൊരു ആഡ് കൊടുത്തു. അതോടെ ധാരാളം ലെറ്റേഴ്സ് ഈ സാധനങ്ങൾ ആവശ്യപ്പെട്ട് വരാൻ തുടങ്ങി. ഈ ലീഫ്ലെറ്റുകൾ ആവശ്യപ്പെട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ചുരുങ്ങിയ കാലം കൊണ്ട് അതിൽ നിന്ന് ധാരാളം വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ ഫ്രീ ആഡൊക്കെ മാറ്റി അദ്ദേഹം പൈസ കൊടുത്ത്, ജോ വീഡർക്ക് പൈസ കൊടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മാഗസിനിൽ ആഡ് കൊടുക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ മറ്റ് പത്രങ്ങളിൽ ആഡ് കൊടുക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ബിസിനസ് കൂടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായി ഒരു സ്റ്റാഫിനെ നിയമിച്ചു. സോ ജർമ്മനിയിൽ നിന്ന് US-ലെത്തിയ ഒരു വ്യക്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ബിസിനസ് ആരംഭിച്ച് ഒരു US പൗരന് ജോലി കൊടുക്കുന്ന ലെവലിലേക്ക് വളർന്നു.
ആക്ച്വലി ഇത്തരം ബിസിനസ് അവിടെ അതിന് മുമ്പേ പല ബോഡി ബിൽഡേഴ്സും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഏതാനും മാസങ്ങൾ മാത്രം. അത് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ചീത്തപ്പേരോടെ നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോ ബൈഡൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ പലവരെയും കുറിച്ച്, ലേസി ഇഡിയറ്റ്സ്. അത് തന്നെയാണ് അവസ്ഥ. മടി, എന്ത് കാര്യം ചെയ്താലും മടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൽ ഓർഡർ ബിസിനസ്സൊക്കെ ആരംഭിക്കും. ആദ്യം കുറച്ച് ദിവസമൊക്കെ നല്ല ഉഷാറാണൊക്കെ അയക്കും. പിന്നെ പൈസ വാങ്ങി വരും, അതെടുത്ത് പോക്കറ്റ് ഇടും, സാധനം അയക്കില്ല. ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, US സിസ്റ്റം മാറി. ആദ്യമായിട്ട് അവിടെ ഒരു പോസ്റ്റ് ബോക്സ്, ഇത്തരം ബിസിനസ് ചെയ്യുന്നവർക്ക് പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. അതെടുക്കണം. അതിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചെറിയൊരു ചാർജ്. പിന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ലൈസൻസ് ഫീസ്. അത് അന്നത്തെ കാലത്ത് $3.25. മൂന്നാമതായിട്ട് ഉള്ള ഒരു സംവിധാനമാണ് കാലിഫോർണിയ ബോർഡ് ഓഫ് ഈക്വലൈസേഷൻ ആൻഡ് ഇന്റേണൽ റവന്യൂ സർവീസ്. ഈ ഓഫീസിൽ ചെന്ന് ബിസിനസ് ചെയ്യുന്നവർ ഒരു ലൈസൻസ് എടുക്കണം. അങ്ങനെ അതിനോടവിടെ ചെന്നു. അവർ ചോദിച്ചു, നിങ്ങളൊരു മാസം എന്ത് ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്? $1,000. ഓക്കെ, ഒരു മാസത്തിൻ്റെ ലാഭത്തിൻ്റെ 32% ഒരു വർഷത്തെ ലൈസൻസ് ഫീസായിട്ട് അടയ്ക്കണം. വേറെ അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. ആകെ ചെയ്യേണ്ടത് ഒരു മാസത്തെ ലാഭത്തിൻ്റെ 32% ലൈസൻസ് ഫീസായിട്ട് അടയ്ക്കുക. പിന്നീട് ആ ലാഭം കൂടുക കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുക. അതിനനുസരിച്ച് ലൈസൻസ് ഫീസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് എല്ലാ അവസരങ്ങളും ഗവൺമെൻറ് പ്രദാനം ചെയ്യണം. ഗവൺമെൻറ് അവിടെ വെറും ഒരു കൺട്രോളിങ് ഏജൻസി, അല്ലാതെ റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷെ ബിസിനസ് നിയമപരമായിരിക്കണം എന്ന് മാത്രം. ബിസിനസ്സൊക്കെ തുടങ്ങി മാസം 1000 ലാഭം എന്നും പറഞ്ഞ് മയക്കുമരുന്ന് അയക്കാൻ പറ്റില്ല. നിയമപരമായിട്ടുള്ള എന്ത് കാര്യവും ആർക്കും അവിടെ വളരെ ലിബറലായിട്ട് ചെയ്യാം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രാങ്കോ കൊളംബോ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ഈ ലോസ് ആഞ്ചലസ് അന്ന് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അവിടെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്, പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ലോസ് ആഞ്ചലസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്കോ പറഞ്ഞു. അപ്പോൾ ഫ്രാങ്കോ മ്യൂണിക്കിൽ നമുക്കറിയാം ഒരു മേസൺ ആയിരുന്നു. US ടേം പറയണം ബ്രിക്ക് ലെയർ എന്നാണ് ടേം. ബ്രിക്ക് ലേ വർക്ക് ചെയ്താലോ? കാരണം അവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് ജോലി കിട്ടാൻ വിഷമമൊന്നുമില്ല. അർണോൾഡ് പറഞ്ഞു, എന്തിന്? നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാം, അല്ലാതെ എന്തിനേ വല്ലവൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്? വീണ്ടും അവർ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ IRS ഓഫീസിലും ഒക്കെ പോയി അവിടെ നിന്ന് ലൈസൻസുകളെല്ലാം എടുത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഫോം ചെയ്തു. അതിനോടിൻ്റെ അത്യാവശ്യം പൈസയുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പരസ്യം കൊടുത്തു. കൈനീട്ടം തന്നെ മോശമായില്ല. ദിവസം തന്നെ വീട്ടിലേക്ക് കോൾ വന്നു, ഒരു വർക്ക്. അത് ഒരു ആദ്യകാല പ്രശസ്തനായ സിനിമാ നടൻ റുഡോൾഫ് വാലന്റീനോ എന്ന ഇറ്റലിക്കാരൻ, നമ്മുടെ ഫ്രാങ്കോയുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം US താമസിച്ചിരുന്ന വീട്, അതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥനാണ് വിളിച്ചിരിക്കുന്നത്. അവിടുത്തെ മതിലൊന്ന് മാറ്റി പണിയണം. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പല നിലവിലുള്ള കൺസ്ട്രക്ഷൻസ് തന്നെ മോടി പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മതിലൊന്ന് മാറ്റി പണിയണം. അങ്ങനെ ഇവർ ചെന്നു, ഉള്ള മതിലൊക്കെ പൊളിച്ചു, പുതിയ മതിലൊക്കെ കെട്ടിക്കൊടുത്തു. പറഞ്ഞ പൈസ കൃത്യമായിട്ട് അയാൾ കൊടുത്തു. പക്ഷേ അവിടുന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി, ഈ ആളെ പോലെയല്ല സാധാരണ അമേരിക്കക്കാർ. അവർക്ക് ലേശം ബാർഗെയിനിങ് ഇഷ്ടമാണ്. ഒരു സാധനത്തിന് നമ്മളൊരു വില പറയുന്നു, അവർ ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കുന്നു. ആ രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് വലിയ സന്തോഷമാണ്. മാത്രമല്ല ഇവർക്ക് ഇത്തരം ഈ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ യൂറോപ്യൻസിന്, പ്രത്യേകിച്ച് ഇറ്റലിക്കാര് വലിയ കാര്യമാണ്. കാരണം അവരുടെ മനസ്സിലുള്ള ഒരു മെയിൻ കൺസ്ട്രക്ഷനാണ് വത്തിക്കാൻ സിറ്റി. അതുപോലെ ഒന്ന് ലോകത്ത് വേറെ എവിടെയില്ല. അപ്പം അത്രയും നല്ല കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ആൾക്കാരാണ്
ഇറ്റലിക്കാര്, പൊതുവെ യൂറോപ്യൻസ് എന്നൊരു ചിന്താഗതി അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് ഇത്തരം വർക്കുകൾക്ക് യൂറോപ്യൻസിന് ഡിമാൻഡ് കൂടും, ഇറ്റലിക്കാർക്ക് ഏറ്റവും കൂടും. അതുകൊണ്ട് ഫ്രാങ്കോ കൊളംബിന് നല്ല ഡിമാൻഡാണ്. അങ്ങനെ ദിവസേന എന്നുള്ള വർക്കുകൾ വരാൻ തുടങ്ങി. അവിടെ ഇവര് അർണോൾഡ് പറഞ്ഞു, നമ്മൾ ഈ കസ്റ്റമേഴ്സിനെ ഒന്നുകൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് പിന്നെ അവരൊരു പരിപാടി നടപ്പിലാക്കി. ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇന്നൊരു പണി, ഒരു ടേപ്പൊക്കെ എടുക്കുന്നു, അളവൊക്കെ എടുക്കുന്നു, ഒരു ഫ്രാങ്കോ ഇരുന്ന് എസ്റ്റിമേറ്റ് കണക്കാക്കും. എന്നിട്ട് പറയും $8,000. അപ്പോൾ ഓണർ ഇത് കേട്ടു, 8,000. ഇനി ഇവർ തമ്മിലൊരു തർക്കം തുടങ്ങിയാണ്. ഫ്രാങ്കോയും അർണോൾഡും കൂടി ഒരു തർക്കം. പക്ഷെ അത് ജർമ്മനിലാണ് ഇവർ തർക്കിക്കുക. അയാൾക്കൊന്നും മനസ്സിലാവില്ല. ഇവരിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുമ്പോൾ ഓണർ ചോദിക്കും, എന്താ പ്രശ്നം? അപ്പം അർണോൾഡ് പറയും നല്ല ഇംഗ്ലീഷിൽ, അല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് പറയായിരുന്നു, അവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അങ്ങനെ അത് ശരിയാവില്ല. ഞാൻ എന്തായാലും ഒരു $7,000 സംഭവം $5,000 വക്കേ ഉണ്ടാവുള്ളൂ. അതാണ് ആദ്യം 8,000 എന്ന് പറഞ്ഞ് 7,000 ഉറപ്പിക്കും. ആ രീതിയിൽ എന്തായാലും വർക്കുകളൊക്കെ മുന്നോട്ട് പോയി. തിരക്ക് കൂടിയപ്പോൾ പലപ്പോഴും ഈ ജിംനേഷ്യത്തിൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സഹായിക്കാൻ വരും. കാര്യമൊന്നുമില്ല, നമ്മൾ നേരത്തെ ജോ വീഡർ പറഞ്ഞതിൻ്റെ മറ്റൊരവസ്ഥ തന്നെ, ലേസി ഇഡിയറ്റ്സ്. ഒരു ദിവസം വന്നാൽ പിന്നെ 2 ദിവസം കാണൂല. ഒരു ദിവസം ഒരു പ്രായമായ സ്ത്രീ ഇവരെ വിളിച്ചു. അവർ സൈറ്റിലെത്തി. അവരുടെ വീടിൻ്റെ ചിമ്മിനി ഒന്ന് മാറണം. ഈ ചിമ്മിനി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ഈ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മിക്കവാറും ഈ തണുപ്പ് സമയത്തൊക്കെ അവർ വീട്ടിൻ്റെ അകത്ത് വിറകോ അല്ലെങ്കിൽ കൽക്കരി എന്തെങ്കിലും കത്തിക്കും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴടക്കം ഇതൊക്കെ കത്തിച്ചിട്ടാണ് ഉറങ്ങുക. ഇതിൻ്റെ പുക കറക്റ്റായിട്ട് പക്ഷെ പുറത്തു പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ ചിമ്മിനി അവരെപ്പോഴും വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചിമ്മിനി ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ അവർ വേറൊരാളെ സമീപിച്ചിരുന്നു. അയാൾ പറഞ്ഞു, ഈ പഴയ ചിമ്മിനി അവിടെ നിന്ന് മാറ്റണമെങ്കിൽ പുതിയത് കെട്ടുന്നതിനേക്കാൾ ചിലവാണ്. ഇവരവിടെ ചെന്നു. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, അതേ ഇത് പഴയത് പൊളിക്കാൻ ഭയങ്കര പണിയാണെന്നാണ് വേറൊരുത്തം പറഞ്ഞത്. ഏതായാലും നിങ്ങളിത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരണം. അങ്ങനെ ഇവർ രണ്ട് വളരെ ചെറുപ്പക്കാരായതുകൊണ്ട് ഈ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രാങ്കോ ഒന്നിങ്ങനെ നോക്കി, നേരെ മുകളിലേക്ക് കയറി. ആ ചിമ്മിനിയുടെ 2 ഭാഗത്തായിട്ട് 2 കുറ്റികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പവർ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണല്ലോ. അദ്ദേഹം ആ കുറ്റികളിൽ കൈവച്ചുകൊണ്ട് കാല് ചുമരിൻ്റെ 2 ഭാഗത്ത്, അതിന് ഈ ചുമരിയുടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചരിഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് ചവിട്ടി നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്. ചവിട്ടി നിന്നുകൊണ്ട് ഒന്ന് പൊക്കി, ചിമ്മിനി അങ്ങനെ പൊങ്ങി ഇടിഞ്ഞ് താഴെ വീണു. സാധാരണക്കാരനൊരാളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്തായാലും അമ്മച്ചിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം അത് പൊളിക്കാൻ വലിയൊരു ചാർജാണ് വേറൊരാൾ ആവശ്യപ്പെട്ടിരുന്നത്. അവിടെ സിമ്പിളായിട്ട് പൊളിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പുതിയ ചിമ്മിനിയൊക്കെ കെട്ടിക്കൊടുത്തു. പറഞ്ഞ പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, ഈ പഴയ ചിമ്മിനിയുടെ ഇഷ്ടിയൊക്കെ ഇവരുടെ തീർത്തോളം പറഞ്ഞു. അത് ഇവർ കൊണ്ടുപോയി കഴുകി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അർണോൾഡ് അടുത്ത പരസ്യം ഇട്ടു, വിൻറ്റേജ് ബ്രിക്സ് വിൽപ്പനയ്ക്ക്. ഏത് സാധനവും വിൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡിമാൻഡ് കൂടുമല്ലോ. അങ്ങനെ ഈ ഇഷ്ടികയേക്കാൾ വിലയ്ക്ക് അവരാ പഴയ ഇഷ്ടിക വിറ്റു. ഇനി എപ്പോഴും ലാഭങ്ങൾ മാത്രമല്ല, നഷ്ടങ്ങളുടെ കഥകളും കൂട്ടത്തിലുണ്ട്. ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഒരു കോള് വന്നു. ഒരു സൈറ്റിൽ പോയി അവിടെ ഒരു വീടിൻ്റെ മതിൽ മാറ്റി സ്ഥാപിക്കണം. ഓൾറെഡി അവിടെ മതിലുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല നിൽക്കുന്ന മതിലാണ്. എന്നാലും സ്റ്റൈല് പോരാ എന്നതിൻ്റെ ഓണർക്കൊരു തോന്നൽ. ആദ്യം പഴയ മതിൽ പൊളിക്കണം. അതിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നിന് ജിമ്മിൽ പോകണ്ട, ഇന്നത്തെ വർക്കൗട്ട് ഈ മതിൽ പൊളിക്കലാണ്. ചുറ്റിയ കൊണ്ട് 2 ആളും 2 സൈഡിൽ നിന്ന് തല്ലി പൊളിച്ച് വരിക. സെൻട്രലിൽ ആദ്യം ആരെത്തുന്നോ അയാൾ വിജയി. അങ്ങനെ പ്ലാൻ ഇട്ടു. 2 വലിയ ചുറ്റികയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് മതിൽ പൊളിക്കാൻ ആരംഭിച്ചു. ഏകദേശം അർണോൾഡ് വിജയിക്കും എന്നുള്ള ഒരു ലെവലിലെത്തി. ഫ്രാങ്കോയ്ക്ക് പവർ കൂടുതലാണെങ്കിലും ഇദ്ദേഹത്തിന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കയ്യും കാലും ഒക്കെ നല്ല നീളമാണല്ലോ. അതുകൊണ്ട് നിന്നവിടെ നിന്ന് തന്നെ കുറെ ദൂരത്തേക്കൊക്കെ പൊളിക്കാം. ഫ്രാങ്കോയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറിക്കൊണ്ടിരിക്കണം. ആ ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം തെറിച്ച് അവിടുത്തെ ഒരു ഗ്ലാസ് ഒബ്ജക്റ്റിൽ തട്ടി. ആ ഗ്ലാസ് ഒബ്ജക്റ്റ് പൊടിഞ്ഞു വീണു. അപ്പോഴേക്കും ഓണർ വന്നു. കഴിഞ്ഞ രാത്രിയിൽ
ജോ വീഡർ പറഞ്ഞ അവസ്ഥ തന്നെ. ആന്റിക് വാല്യൂ ഉള്ള ഗ്ലാസ് പീസാണ് അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് കൂലിയില്ല, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം. അതുകൊണ്ട് ആ വർക്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായില്ല. ഏതായാലും ഒരു 6 മാസത്തെ വരുമാനം കൊണ്ട് ഒരു രണ്ടാളും ഓരോ പുതിയ കാറ് വാങ്ങി. അപ്പം നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അർണോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പുതിയ കാറും വാങ്ങി, കൂടാതെ അവിടെ ഒരാളെ ശമ്പളത്തിന് വെച്ചിരിക്കുകയാണ്. മെയിൽ ഓർഡർ ബിസിനസ് നോക്കുന്നതിന് ഇപ്പോൾ വേറൊരാളുണ്ട്, അയാൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബിസിനസ് മാനായിട്ട് അർണോൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പത്രത്തിലൊരു ന്യൂസ്, ലോസ് ആഞ്ചലസിലെ ആന്റിലോപ്പ് വാലി എന്നുള്ള സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നു. അപ്പോൾ അർണോൾഡ് ആലോചിച്ചു, അവിടെ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇനി ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കും, നമുക്ക് അവിടെ നല്ല സ്കോപ്പായിരിക്കും. അപ്പോൾ ആ ന്യൂസിന്റെ താഴെ തന്നെയായിട്ട് 1-2 പരസ്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ, അവിടെ സ്ഥലം വിൽപ്പനയ്ക്ക്. അങ്ങനെ അതിലൊരു നമ്പറിൽ വിളിച്ചു. അർണോൾഡും ഫ്രാങ്കോയും കൂടി പോയി ആ സ്ഥലമൊക്കെ നോക്കി. അത് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. കാരണം അതിപ്പോൾ അവിടെ ആളൊഴിഞ്ഞൊരു പ്രദേശമാണ്. ഇനി എയർപോർട്ട് വരുമ്പോഴാണ് ഡെവലപ്പ് ആകാൻ പോകുന്നത്. തൽക്കാലം ചെറിയ വിലയ്ക്ക് ഈ സ്ഥലമൊക്കെ കിട്ടും. അർണോൾഡ് 10, ഫ്രാങ്കോ 5, അങ്ങനെ 15 ഏക്കർ സ്ഥലം. ഒരു ഏക്കറിന് $1000 എന്നുള്ള കണക്കിൽ അവർ പർച്ചേസ് ചെയ്തു. മൊത്തം $15,000. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പുതിയ കാറൊക്കെ വാങ്ങിച്ചേക്കുന്ന സമയമാണ്. ഇപ്പം കയ്യിലാകെ $5,000 ബാക്കിയുള്ളൂ. ബാക്കി ലോൺ ഇട്ടു, EMI എന്നുള്ള കണക്കിന് സ്ഥലമൊക്കെ വാങ്ങി. 1-2 മാസങ്ങൾ കഴിഞ്ഞു. പ്രത്യേകിച്ച് അവിടെ മറ്റേ എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്നും കാണാനില്ല. ആ സമയത്താണ് ഒരു ദിവസം ഗവൺമെൻറ്റിൽ നിന്നൊരു അറിയിപ്പ് വന്നു, ഇങ്ങനെ എയർപോർട്ടില്ല, ആ ന്യൂസ് ഫേക്കാണ്. അതായത് ഈ സ്ഥലത്തിന് വില കൂട്ടാൻ വേണ്ടി അവിടെയുള്ള ചില ആൾക്കാർ തന്നെ കൊടുത്തൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എയർപോർട്ട് വരാൻ പോകുന്നു എന്നുള്ളത്. ഉടനെ അവർ ചെന്നു മറ്റേ കാണാൻ, ഉടമസ്ഥനെ കാണാൻ ചെന്നു. അവർ തമ്മിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. അപ്പോഴും അയാൾ പറയണത്, ഇതൊക്കെ ഇപ്പോഴല്ലേ, ഭാവിയിൽ വരും, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോ, നിങ്ങളുടെ പേരക്കുട്ടിയൊക്കെ ഉപകാരപ്പെടും. ഏതായാലും പോലീസ് കേസ് ആവണ്ട എന്നുള്ളൊരു നിലയിലേക്ക് പിന്നെ ബാക്കിയുള്ള പൈസകൾ വേണ്ടെന്ന് വെച്ചു. കൊടുത്തു, ബാക്കിയുള്ള പൈസ ഒഴിവായി കിട്ടി. പക്ഷെ പിന്നെ ആ സ്ഥലം വിൽക്കാനായാലും വലിയ പാടായിരുന്നു. ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്ഥലമാണ്, എയർപോർട്ട് വരുമെന്നും പറഞ്ഞ് ഇയാൾ വേണ്ട നിലയ്ക്ക് അടിച്ചേൽപ്പിച്ചത്. അത് വൻ നഷ്ടത്തിൽ വിൽക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ ലാഭമല്ല, ചില നഷ്ടങ്ങളും ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിലും ഡെയിലി 5 മണിക്കൂർ ബോഡി ബിൽഡിംഗ് പ്രാക്ടീസ് എന്നുള്ള കാര്യം മുടങ്ങാതെ നടക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം ചെയ്തു. സെർജിയോ ഒലിവിയ മുമ്പ് മത്സരിച്ച മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻസിൻ്റെയൊക്കെ ഫിലിം റോൾസ് അവിടെ ഉണ്ട്. അന്ന് ഈ വീഡിയോ ടേപ്പും VCR ഒക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭയങ്കര ലക്ഷറിയാണ്, സാധാരണക്കാരന് പറ്റില്ല. സാധാരണക്കാർക്ക് അതിലും ലാഭത്തിൽ ഫിലിം പ്രൊജക്ടർ കിട്ടും. അർണോൾഡ് സെക്കൻഡ് ഹാൻഡ് ഫിലിം പ്രൊജക്ടർ വാങ്ങിച്ചു. എന്നിട്ട് ഈ സെർജിയോ ഒലിവിയയുടെ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുക, ഡെയിലി കുറച്ച് നേരം അതൊരു ശീലമാക്കി. അവിടെ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, ഈ സെർജിയോ ഒലിവിയ എന്ന് പറഞ്ഞാൽ അന്ന് എതിരാളികളില്ലാത്ത ബോഡി ബിൽഡറാണ് അദ്ദേഹം. പക്ഷെ ഏത് മത്സരത്തിന് പോയാലും ഒരേ രീതിയിലാണ് പോസ് ചെയ്യുക. കാരണം പേടിക്കാനൊന്നുമില്ല, ആരുമില്ല, എതിരാളികളില്ല. അത് തന്നെ ഒരേ രീതിയിൽ പോസ് ചെയ്യുന്ന ഇങ്ങനെ കുറച്ചധികം നേരം ആ പോസ്റ്റിൽ അങ്ങനെ നിൽക്കും, എന്നിട്ട് അടുത്ത പോസ്റ്റിലേക്ക് മാറും. അർണോൾഡ് അതിന് പുതിയൊരു പദ്ധതി തയ്യാറാക്കി. ആ ഒരു രീതിയിൽ ഒരു 3 പോസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈയുടെ ബൈസപ്സ് ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ സെർജിയോ ഒലിവിയ ഒരു ബൈസപ്സ് പോസ് കാണിച്ച് കുറച്ച് നേരം നിൽക്കും. ആ നേരം കൊണ്ട് അർണോൾഡ് 3 ബൈസപ്സ് പോസ് കാണിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്, ബൈസപ്സിന്റെ പല ആംഗിൾ. ഈ രീതിയിലുള്ള ഒരു പോസിങ് രീതി അർണോൾഡും ഫ്രാങ്കോയും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരാൾ പോസ് ചെയ്യുമ്പോൾ മറ്റേ ആൾ നോക്കും, എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ പറയും, അതിനനുസരിച്ച് ഇവർ മാറി പോസ് ചെയ്യും. ആ രീതിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് പോസിങ് പെർഫെക്റ്റ് ആക്കി. ബോഡി ആണെങ്കിൽ ചെറിയ പ്രായമാണ്, ഡെയിലി അങ്ങനെ വളരുന്നു എന്നുള്ള രീതിയിൽ മസിൽസ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണവും. യൂറോപ്പില് മിലിറ്ററി ക്യാമ്പിൽ ഇരുന്നപ്പോഴും പിന്നെ ഗ്രാസിൽ കുറച്ചു കാലം ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ്റെ സഹായം കൊണ്ടുമാണ് നല്ല പ്രോട്ടീൻ ഫുഡ് കഴിച്ചിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ജോ വീഡറൊക്കെ അതിന് പ്രത്യേക ശ്രദ്ധയാണ്.
മാംസാഹാരം മാത്രമല്ല, പലതരം മത്സ്യങ്ങൾ അതെല്ലാം ആഹാരത്തിൽ നിർബന്ധം. അങ്ങനെ നല്ല രീതിയിൽ ബോഡി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. ഒരു ദിവസം ഗോൾഡ് ജിമ്മിൽ ഇദ്ദേഹം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഫോൺ റിങ് ചെയ്തു. ജിമ്മിൻ്റെ മാനേജർ ഫോൺ എടുത്തു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, അർണോൾഡ്, നിനക്കാണ് ഫോണ്. ആരാ? അപ്പം ഇദ്ദേഹം ഒരു വർക്കൗട്ടിൻ്റെ ഇടയിലാണ്. ജിം ലോറിമർ. അപ്പം അങ്ങനത്തെ പേര് അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമ്പർ വാങ്ങിച്ചു വയ്ക്കും, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം, അപ്പം ഞാൻ തിരക്കിലാണ്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ആ നമ്പറിൽ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ വർഷത്തെ മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷൻ്റെ, അമേരിക്കയിലെ മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷൻ്റെ ഓർഗനൈസർ. താങ്കളെ അതിന് ക്ഷണിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം അതുപോലെ അങ്ങനത്തെ പേര് കേട്ടിട്ടില്ല. ഏതായാലും അദ്ദേഹം ഉടനെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ട് അവിടേക്ക് അന്വേഷിച്ചു. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബോഡി ബിൽഡേഴ്സ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ജിം ലോറിമർ എന്ന് പറഞ്ഞാൽ ആരാന്നാ വിചാരിച്ചത്? അയാൾ ഒരു കാര്യം പറഞ്ഞാണ്. അയാൾ FBI ഏജൻ്റായിരുന്നു. FBI നിന്ന് VRS എടുത്ത് അദ്ദേഹം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാണ്. ധാരാളം പൈസ അതിന്നുണ്ടാക്കുന്നുണ്ട്. ഒപ്പം ബോഡി ബിൽഡിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ബോഡി ബിൽഡിങ്ങും വെയ്റ്റ് ലിഫ്റ്റിങ്ങും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള മിടുക്ക് കാരണം ഈ വർഷത്തെ മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് നടക്കുന്നത് US തന്നെയുള്ള കൊളംബസ് സിറ്റിയിലാണ് നടക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ ലണ്ടനിൽ നിന്ന് ക്ഷണം വന്നു മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷന്. അർണോൾഡ് ചെക്ക് ചെയ്തു, സെപ്റ്റംബർ 24 മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞ് 25 മിസ്റ്റർ വേൾഡ്, ഒക്ടോബർ 7 മിസ്റ്റർ ഒളിമ്പിയ. 3 കോമ്പറ്റീഷൻസ് നടക്കുകയാണ്. അർണോൾഡ് വിചാരിച്ചാ പ്ലെയിനിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്ന് പെട്ടെന്ന് പോവാം. ശരി, 24 വൈകുന്നേരം കയറിയ 25 ഒരു ഉച്ച കഴിയുമ്പോൾ ഇവിടെ എത്തും. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ഒരു പ്രശ്നം. 24 വൈകുന്നേരം ലണ്ടനിൽ നിന്ന് പ്ലെയിൻ കയറാം. 25 ഉച്ചയാകുമ്പോൾ ന്യൂയോർക്കിലെത്തും. ന്യൂയോർക്കിൽ നിന്ന് കൊളംബസിലേക്കുള്ള ഫ്ലൈറ്റ് പക്ഷേ വൈകുന്നേരം 6 മണിക്കാണ്. 5 മണിക്ക് കോമ്പറ്റീഷൻ തുടങ്ങും. വീണ്ടും അദ്ദേഹം ഈ പറഞ്ഞ ജിം ലോറിമറെ വിളിച്ചു. താങ്കളുടെ ക്ഷണം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനത്തെ അവസ്ഥയെപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. 24 അവിടെ പോകാൻ ഏറ്റുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഫ്ലൈറ്റ് ഇല്ല. അപ്പം അദ്ദേഹം ജിം ലോറിമർ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാം, ഞാൻ വിളിക്കാം. പിറ്റേ ദിവസം രാവിലെ ജിം ലോറിമർ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ നേരെ ലണ്ടനിൽ പോയി അവിടുത്തെ മത്സരത്തിൽ പങ്കെടുക്കുക. അവിടെ നിന്ന് ന്യൂയോർക്കിൽ 2 മണിക്ക് എത്തുമ്പോൾ താങ്കളെ വെയിറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് ജെറ്റ് പ്ലെയിൻ അവിടെ നിൽപ്പുണ്ടാവും. അത്രയും ഈ ജിം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷൻ സ്പോൺസർ ചെയ്യുന്ന ഒരു മെയിൻ ടീം എന്ന് പറയുന്നത് പ്രശസ്ത ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സായ ഫോക്സ് വാഗൻ ഗ്രൂപ്പാണ്. അർണോൾഡിന് ആദ്യം ഉണ്ടായിരുന്ന കാറ് ഫോക്സ് വാഗൻ ബീറ്റിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ആൾക്കാരോട് ജിം ലോറിമർ ഈ പ്രശ്നം പറഞ്ഞു, നമ്മുടെ മത്സരത്തിൻ്റെ മെയിൻ അട്രാക്ഷനാണ് അർണോൾഡ്, പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അതിനെന്താ, നമ്മുടെ കമ്പനിയുടെ പ്ലെയിൻ വിട്ടു കൊടുക്കാമല്ലോ. അങ്ങനെ 25 ഉച്ചയ്ക്ക് ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്ന് പ്ലെയിൻ ഇറങ്ങുമ്പോൾ അവിടെ അദ്ദേഹത്തെയും കാലത്ത് ഫോക്സ് വാഗൻ എന്ന സൈഡിൽ എഴുതിയ ഒരു ജെറ്റ് പ്ലെയിൻ നിൽപ്പുണ്ട്. അർണോൾഡും കൂടെ ഫ്രാങ്കോ കൊളംബുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്ന ഡേവ് ഡ്രാപ്പർ ഉണ്ട്, സിനിമാ നടൻ കം ബോഡി ബിൽഡർ. ജോ ബിൽഡറുടെ ഭാഷയിൽ പറഞ്ഞ ദ ബ്ലോണ്ട് ബോംബ് അദ്ദേഹമുണ്ട്. ഏതായാലും അവർ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട്, കാരണം അവരെയും കാത്തൊരു പ്രൈവറ്റ് ജെറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു VIP ലെവലിലേക്ക് എത്തുകയാണല്ലോ. അതിൻ്റെ അകത്ത് കയറി കൊളംബസിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അർണോൾഡിനെ ഞെട്ടിച്ചുകൊണ്ടൊരു കോമ്പീറ്റന്റ് വരുന്നത്. മറ്റാരുമല്ല, സെർജിയോ ഒലിവിയ. സാധാരണഗതിയിൽ മിസ്റ്റർ ഒളിമ്പിയ ആയ ഒരാൾ ഈ താഴെയുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ പോകാറില്ല, മത്സരിക്കാൻ പോകാറില്ല.
അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മത്സരത്തിനല്ല, ഒരു എക്സിബിഷനെ കാണിക്കും, ബോഡി ഷോ ഒക്കെ കാണിക്കും, അത്രേ ഉള്ളൂ, മത്സരിക്കാറില്ല. പക്ഷെ ഇവിടെ സെർജിയോ ഒലിവിയെ മത്സരിക്കുന്നു. ഡേവ് ഡ്രാപ്പർ അർണോൾഡിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉദ്ദേശം മനസ്സിലായ? അർണോൾഡിന് ചില ഊഹങ്ങളൊക്കെ ഉണ്ട്, അവർ ചർച്ച ചെയ്തു. അർണോൾഡിനെ മാനസികമായിട്ട് തകർക്കുക, അതാണ് ലക്ഷ്യം. അതായത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് വെച്ച് സെർജിയോ ഒലിവിയെ കണ്ടുമുട്ടുന്നു. ഇവിടെ അദ്ദേഹം ജയിച്ചാൽ ഇനി 2 ആഴ്ചക്കകം അടുത്ത കോമ്പറ്റീഷൻ വരെയാണ്. അവിടെ അതൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആവും. ഇപ്പൊ ഡേവ് ഡ്രാപ്പർ പറഞ്ഞു, നീ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കണം, ഇവിടെ വെച്ച ആളെ തോൽപ്പിക്കണം. തോൽപ്പിച്ചാൽ പിന്നെ അയാൾ നിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ അയാൾക്ക് ചെയ്ത് എഫക്റ്റ് ആയി, അവിടെ അയാൾ തോൽക്കാനുള്ള ചാൻസ് അതോടെ തെളിയും. അങ്ങനെ മത്സരം തുടങ്ങി. രണ്ടുപേരും നല്ല ഫോമിലാണ്. മാത്രമല്ല ഈ 2 പേർക്കും ധാരാളം ആരാധകരുണ്ട്. ഏകദേശം 5000 ആൾക്കാരോളമുള്ള ഒരു ഹാളിലാണ് മത്സരം നടക്കുന്നത്. 5000 കാണികൾ. ജിം ലോറങ്ങർ പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാണ്. കാരണം ഈ മത്സരം കാണാൻ വേണ്ടി ആൾക്കാരങ്ങനെ ആവേശത്തോടെ വരികയാണ്. സെർജിയോ ഒലിവയും അർണോൾഡും തമ്മിലുള്ള മത്സരം. എങ്ങനെ മത്സരം തുടങ്ങി, ഫൈനൽ റൗണ്ട് കഴിഞ്ഞു. ജഡ്ജസ് തീരുമാനമെടുത്തു, അർണോൾഡ്. വേറൊരു സൈക്കോളജിക്കൽ അറ്റാക്ക് കൂടി നടത്തിയിട്ടാണ് പക്ഷെ അർണോൾഡ് അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, ഈ എല്ലാ സ്റ്റേജിൻ്റെയും പുറകെ ഒരു സ്ഥലം ഉണ്ടാവും വാമപ്പ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അവിടെ വെച്ച് ഇവർ ഈ മത്സരം കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല ഫ്രണ്ട്സാണ്. മത്സരത്തിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ കോമ്പറ്റീഷനൊക്കെ. പക്ഷെ അർണോൾഡ് പറഞ്ഞു, താങ്കൾക്ക് ഞാൻ കഴിഞ്ഞ തവണ അവിടെ ചിക്കാഗോയിൽ വെച്ച് കണ്ടത്ര ഒരു മസിൽ മാസ് കാണാനില്ല. താങ്കൾ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം. അത് ശരിക്കൊരു ചൂണ്ടക്കുളത്തായിരുന്നു. പാവം സെർജിയോ അതിൽ കൊത്തി. കാരണം ഇനി ആകെ 2 ആഴ്ചയേ ഉള്ളൂ മത്സരത്തിന്. ഈ 2 ആഴ്ച കൊണ്ടുള്ള പെട്ടെന്ന് ഒരു മസിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മസിൽ സെപ്പറേഷൻ കുറയും. മസിൽ മൊത്തത്തിൽ കൂടും, ഓരോ മസിലിൻ്റെയും പ്രൊജക്ഷൻ കുറയും. അത് ആ സമയത്ത് എന്തോ സെർജിയോ, കാരണം ഈ ഒരു തോറ്റ് നിൽക്കുമ്പോൾ നമ്മളാകെ ഷോക്കിലാണ്. ഇനി എങ്ങനെയെങ്കിലും അടുത്തത് ജയിക്കണം എന്നാണ് ചിന്ത. സെർജിയോ കുറച്ചുകൂടിയൊക്കെ ഊർജിതമായിട്ട് വർക്കൗട്ട് ചെയ്തു. അതിനനുസരിച്ച് ഭക്ഷണവും കൂട്ടി. ഒക്ടോബർ 7 മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ്റെ സ്റ്റേജിലെത്തുമ്പോൾ സെർജിയോയുടെ ഷേപ്പ് ഒന്നുകൂടി മോശമാണ് ചെയ്തത്. അർണോൾഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ഏറ്റവും നല്ല ഷേപ്പിൽ. ആ മത്സരത്തിലും പിന്നെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, അർണോൾഡ് ജയിച്ചു. അതിന് അദ്ദേഹം ഒരു ചെറിയൊരു ട്രിക്ക് വേറെ കാണിച്ചു. ഫൈനൽ സ്റ്റേജിൽ ജഡ്ജസ് ഈ 2 പേര്, ഇവർ 2-ൽ ആര്, ബാക്കി എല്ലാവരും ഔട്ടായി. ഇവർ 2 പേരിൽ ആര് എന്നുള്ള ഒരു ടൈയില് ഇവർ 2 പേരെയും മാത്രം വിളിച്ച് പോസ് ചെയ്യാൻ പറഞ്ഞു. അവിടെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെർജിയോ ഒരു പോസ് കാണിക്കുമ്പോൾ അതേ പോസിൽ 3 രീതി അർണോൾഡ് കാണിക്കും. എല്ലാം കഴിഞ്ഞ് പോസിങ് മതിയാക്കി ഇവർ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ സ്റ്റേജിൻ്റെ 2 വഴി കൂടെ 2 ആളും നടക്കുകയാണ്. സെർജിയോ അങ്ങ് പോയി, അർണോൾഡ് പെട്ടെന്ന് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് 4 പോസ് കൂടി കാണിച്ചു. അങ്ങനെ കുറച്ച് പോസ് കൂടി കാണിച്ചിട്ട് എവിടെ ഇയാളെവിടെ പോയി എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ്. ആക്ച്വലി അങ്ങനത്തെ സംഭവം സെർജിയോ വിചാരിച്ചിട്ടില്ല. അയാൾ എപ്പോഴേ ബാക്ക് സ്റ്റേജിലെത്തി. അതവിടെ വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സെർജിയോ തളർന്നുപോയി, അർണോൾഡ് ഇപ്പോഴും നല്ല സ്റ്റാമിനോടെ നിൽക്കുകയാണ് എന്നൊരു ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇനി ജഡ്ജസിന് വേറൊന്നും ആലോചിക്കാനില്ല. അർണോൾഡ് മിസ്റ്റർ ഒളിമ്പിയ 23-ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മിസ്റ്റർ ഒളിമ്പിയ എന്നുള്ള ടൈറ്റിൽ അന്ന് അർണോൾഡ് നേടി. ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 55 വർഷമായിട്ടും ആരും തകർക്കാത്ത ഒരു വേൾഡ് റെക്കോർഡ്. വേറെയും കുറെ ഒക്കെ നേടിയിട്ടുണ്ട്. ഇപ്പം മിസ്റ്റർ യൂണിവേഴ്സ് ഏറ്റവും പ്രായം കുറഞ്ഞ മിസ്റ്റർ യൂണിവേഴ്സ് ആയിരുന്നു. പക്ഷെ അത് വേൾഡ് നമ്പർ 1 അല്ല, വേൾഡ് റെക്കോർഡ് അല്ല ഒരിക്കലും. വേൾഡ് നമ്പർ 1 റെക്കോർഡാണ് 55 വർഷമായിട്ട് തകർക്കപ്പെടാൻ നിൽക്കുന്നത്. മത്സരമെല്ലാം കഴിഞ്ഞു. സെർജിയോയ്ക്ക് ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. അവൻ 2ാമത് പോയി ഇത്തിരി പോസ്റ്റ് കാണിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് 1-2 ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അർണോൾഡിനോട് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ വളരെ സൗഹൃദപരമായി ഒരുമിച്ചിരുന്ന ഭക്ഷണം, അർണോൾഡ്, ഫ്രാങ്കോ, സെർജിയോ
മൂന്നാലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു വലിയ ഹോട്ടലിലാണെന്ന് അവർ താമസിക്കുന്നത്. അവിടെ അന്ന് ഒരേ റൂം അവർ ഷെയർ ചെയ്തു.